എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്ലൗസിൻ്റെ പടി, അതായത് കൊളുത്തിടുന്നതും കൊളുത്ത് വെക്കുന്നതുമായ പടികൾ എങ്ങനെ വെക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇടത് ഭാഗത്തെ പീസിനെ മലർത്തി വെക്കുക. നമ്മൾ മലർത്തി വെച്ചതിന് ശേഷം ഉണ്ടോ ഇതുപോലെ നമ്മൾ ചവിട്ട് വീതി ഇട്ടിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ തുണി കറക്റ്റായിട്ട് വെട്ടി കറക്റ്റാക്കൊന്നും വേണ്ട. നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമ്മൾ വെട്ടി കൊടുത്തിട്ട് ഇതുപോലെ തുമ്പൊന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം കണ്ടില്ലേ, ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് രണ്ടാമത്തെ മടക്ക് നമ്മൾ കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ താഴെ ഭാഗത്തു നിന്ന് തന്നെ തയ്ച്ച് തുടങ്ങുക. അപ്പോൾ ഈ ഇത് ഞാൻ കൊളുത്തിടുന്നത് ബ്ലൗസിൽ തന്നെയാണ് തയ്ച്ച് കൊടുക്കുന്നത്. ഹുക്ക് ഹോള് തുന്നണില്ല, തയ്ച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 5 ഹുക്കാണ് വെക്കുക. അതിനുള്ള 5 ഹോളാണ് നമുക്കിവിടെ വേണ്ടത്. ആ 5 ഹോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പണി തീരും. അത് നമ്മൾ ബുദ്ധിമുട്ടുള്ളവർ മാർക്ക് ചെയ്തിട്ട് ഇട്ടാലും ഹോൾ ഇട്ടാലും മതി കേട്ടോ. നമ്മളൊന്ന് ബാക്കിലേക്ക് അടിക്കുക, അതുപോലെ തന്നെ അതിന് തിരിക്കുക, മുന്നിലേക്ക് വെക്കുക, സൂചി കുത്തി നിർത്തിയിട്ട് വേണം ചെയ്യാൻ. അത് മാത്രമേ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് 5 ഹോൾ. പിന്നെ അവസാനത്തെ ഹുക്ക് വരുന്നത് കുറച്ച് താഴ്ത്തിയിട്ട് വേണം നമ്മൾ വെക്കാൻ. കാരണം നമ്മൾ കഴുത്തിന് പടി വെച്ച് വരുമ്പോൾ അത് കവർ ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് താഴ്ത്തി വേണം വെക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരടി ഇട്ട് കൊടുക്കുക, ഒരടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് മാസ്റ്റർ പീസാണ്, വക്കിനുള്ള അടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഭംഗിക്കും പിന്നെ കൂടാതെ അത് എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസൊക്കെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അടുത്തത് നമ്മൾ കൊളുത്ത് വെക്കുന്ന അത് ഈ പടിയിലാണ് നമ്മൾ കൊളുത്ത് വെക്കുക. നമ്മൾ വലത് ഭാഗത്ത് വരുന്ന പടിയാണ് അത്. അപ്പോൾ ഉള്ളിലേക്ക് അടിച്ച് പോകണം. അപ്പോൾ 2 മടക്കാക്കിയിട്ടാണ് ഇതിനെ ഞാൻ വെച്ച് കൊടുക്കുക. കാരണം കൊളുത്ത് തുന്നുമ്പോൾ നമുക്ക് പുറത്തേക്ക് തുന്നുന്നത് കാണാതിരിക്കാൻ വേണ്ടി കുറച്ച് കനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 മടക്കിലാണ് ഞാൻ വെച്ച് കൊടുക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പതിച്ചടിക്കുക. നമ്മളിപ്പോൾ വെച്ച തുണിയിലേക്ക് ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം അതിനെ മടക്കിയിട്ട് ഉണ്ടോ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ. താഴത്ത് തന്നെ തുടങ്ങുക, ഇതുപോലെ കറക്റ്റാക്കി പിടിക്കുക. പുറത്തേക്ക് പച്ചത്തുണി വെച്ചത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കണ്ടോ കറക്റ്റായിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് മുകൾ ഭാഗത്ത് വെട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെച്ചത് കറക്റ്റാണോ എന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പണി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.